ഞാൻ നീണ മണ്ണെണ്ണ പെട്രോള് പോയി. ഞാനുണ്ട്. ഞാൻ നീണ മണ്ണെണ്ണ പെട്രോള് പോയി. 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 ഞാനെണ്ണ നീണ മണ്ണെണ്ണ പെട്രോള് ഞാനും പോയി. ഞാൻ നീണ മണ്ണെണ്ണ പെട്രോള് നീയാണ്. നീ കള്ളക്കളിയൊന്നും കളിക്കണ്ട. കളിച്ചാ പിന്നെ നമ്മ നിന്നോട് മിണ്ടൂല. ഒരിക്കലും നിന്നെ കളി കൂട്ടൂല. ഹലോ ഹലോ, എടാ അന്നാ ഏട്ടനെ കൊന്ന ആളല്ലേ? ആ അയാള് തൂങ്ങിയടിച്ചോന്ന്. എപ്പോ? നീ ന്യൂസ് വെച്ച് നോക്കിയേ. ഓക്കെ ശരി. ആ ഓക്കെ. വിയ്യൂർ സെൻട്രൽ ജയിലിൽ തടവുകാരൻ തൂങ്ങി മരിച്ചു. 20 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂൾ വിദ്യാർത്ഥിയെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട 42 വയസ്സുള്ള അജുവിനെയാണ് ഇന്ന് രാവിലെയോടെ സെല്ലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മ, ഞാൻ പഠിക്കാൻ പോവാണേ. വേണ്ട
ജനത്തിന്റെ ഇടയിൽ കെട്ടിയിട്ടുണ്ട്. ആൾക്കാരെല്ലാരും കൂടി നല്ലോണം പെരുമാറി. ഒരിക്കലും വിടരുത്. ജയിലിൽ കൊണ്ട് നല്ലപോലെ കൊടുക്കും. ആ ചെക്കന്റെ തലേന്ന് കാണേണ്ടതായിരുന്നു. ഇവിടെ പോയി കിടക്കാം പണ്ടാരം. കുറച്ച് കാശ് വേണേതും ഞാൻ ഇപ്പൊ ചാവും. ഏയ് ഞാൻ ഈ മാളിങ് എടുക്കുക. വിടന്നെ. കൊന്നുകളിന് വിട്. തിരുവനന്തപുരം നെടുമങ്ങാട് മദ്യലഹരിയിൽ അമ്മയെ മകൻ ചവിട്ടിക്കൊന്നു. കോട്ടയം പള്ളിക്കത്തോട് ലഹരിക്കടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊന്നത് ഭക്ഷണമുണ്ടാക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് 8ാം ക്ലാസ്സുകാരനായ അനിയനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നു. അമ്മ ഷെമിയെയും നേരത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പെൺ സുഹൃത്തായ ഫർസാനെയും തലക്കടിച്ചു വീഴ്ത്തി. ഒരൊറ്റ പകൽ 5 കൊലപാതകം. നഗരൂരിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. അട്ടപ്പാറയിൽ ഭാര്യയെ കൊന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്തു. പാലക്കാട് അട്ടപ്പാടി അരളിക്കുളത്ത് മകൻ അമ്മയെ ഫോളോ ബ്രിക്സ് കൊണ്ട് തലക്കടിച്ചു. തിരുവനന്തപുരത്ത് മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. കോഴിക്കോട് പുതുപ്പാടിയിൽ ലഹരി മരുന്ന് അടിമയായ മകൻ കിടപ്പുരോഗിയായ മാതാവിനെ വെട്ടിക്കൊന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് 6 പേരെ വെട്ടിക്കൊലപ്പെടുത്തി. രാജ്യത്തെ തുടർന്ന് 15-കാരനായ ജീവൻ എറണാകുളം ചെയ്യുന്നവർക്ക് ഒരു വീട്ടിലെ 3 പേരെ വെട്ടിക്കൊന്നു. തൃശൂരിൽ യുവാവിനെ കുത്തിക്കുന്ന വിദ്യാർത്ഥികൾ കഞ്ചാവിന് അടിമ.